നമസ്കാരം. ഖത്തർ ഇറാൻ ബന്ധം ചരിത്രപരമായി സങ്കീർണവും സൂക്ഷ്മവുമായ ഒന്നാണ്. ഗൾഫ് മേഖലയിലെ പല രാജ്യങ്ങളും ഇറാനെ തുറന്നടിച്ച് വിമർശിച്ചപ്പോൾ പോലും ഖത്തർ പലപ്പോഴും ഒരു മധ്യസ്ഥന്റെ വേഷം കൈകാര്യം ചെയ്തിരുന്നു. എന്നാൽ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങൾ ഈ ബന്ധത്തിൽ വലിയ വിള്ളൽ സൃഷ്ടിക്കുന്നതിന്റെ സൂചനകളാണ് നൽകുന്നത്. ഖത്തറിലെ ഇറാൻ നയതന്ത്ര ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി. സെക്യൂരിറ്റി അറ്റാഷെ, മിലിറ്ററി അറ്റാഷെ, ജീവനക്കാർ എന്നിവർ 24 മണിക്കൂറിനുള്ളിൽ രാജ്യം വിടണമെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം ഉത്തരവിട്ടു കഴിഞ്ഞു. എംബസിയിലെ സൈനിക അറ്റാഷിയും സുരക്ഷാ അറ്റാഷിയും 2 അറ്റാഷെ ഓഫീസുകളിലെയും ജീവനക്കാർ എത്രയും വേഗം രാജ്യം വിടണമെന്ന് വിദേശകാര്യ മന്ത്രാലയം ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ എംബസിക്ക് അയച്ച ഔദ്യോഗിക കുറിപ്പിലാണ് വ്യക്തമാക്കിയത്. ഇറാൻ എംബസി ജീവനക്കാരെ പേഴ്സൺ നോൺ ഗാറ്റ ആയി പ്രഖ്യാപിച്ചു. ഇറാൻ എംബസിയിലെ സൈനിക സുരക്ഷാ അറ്റാഷെമാരെ പേഴ്സൺ നോൺ ഗാറ്റ ആയി പ്രഖ്യാപിച്ച് 24 മണിക്കൂറിനകം രാജ്യം വിടാൻ നിർദ്ദേശിച്ച ഖത്തറിന്റെ നടപടി സാധാരണ ഒരു നയതന്ത്ര നീക്കമല്ല, മറിച്ചൊരു ശക്തമായ മുന്നറിയിപ്പാണ് എന്ന് വേണം വിലയിരുത്താൻ. ഈ തീരുമാനത്തിന് പിന്നിൽ ഗൗരവമേറിയ സുരക്ഷാ ആശങ്കകളാണ്. ഖത്തറിന്റെ പ്രധാന പ്രകൃതിവാതക കേന്ദ്രമായ റാസ് ലാഫാൻ വ്യവസായ മേഖലയെ ലക്ഷ്യമിട്ട് ഇറാനിൽ നിന്നുണ്ടായ മിസൈൽ ആക്രമണമാണ് പ്രതിസന്ധിയുടെ തുടക്കം. ഈ ആക്രമണം രാജ്യത്തിന്റെ സാമ്പത്തിക നാഡിയായ എനർജി മേഖലയെ തന്നെ ബാധിച്ചു. ഖത്തർ വിദേശകാര്യ മന്ത്രാലയം ഇത് രാജ്യത്തിന്റെ പരമാധികാരത്തിനെതിരായ തുറന്ന ആക്രമണം എന്ന നിലയിൽ വിശേഷിപ്പിച്ചു. അന്താരാഷ്ട്ര നിയമങ്ങൾക്കും UN സുരക്ഷാ കൗൺസിൽ പ്രമേയങ്ങൾക്കും വിരുദ്ധമായ നീക്കമാണിതെന്നും ഖത്തർ ആരോപിച്ചു. ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല. കഴിഞ്ഞ വർഷങ്ങളിൽ തന്നെ ഗൾഫ് മേഖലയിലാകെ ഇറാനുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങൾ വർദ്ധിച്ചിരുന്നു. 2025 ഖത്തറിലെ അൽ ഉദൈദ് സൈനിക താവളത്തിനെതിരായ ഇറാന്റെ മിസൈൽ ആക്രമണം ഉൾപ്പെടെ നിരവധി സംഭവങ്ങൾ ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ട്. ഇത്തരം പശ്ചാത്തലത്തിലാണ് ഖത്തർ കർശനമായ നയതന്ത്ര നടപടിയിലേക്ക് കടന്നത്. സൈനിക സുരക്ഷാ അറ്റാഷിമാരെ പുറത്താക്കുന്നത് സാധാരണ നടപടിയല്ല. അത് 2 രാജ്യങ്ങൾ തമ്മിലുള്ള വിശ്വാസ ബന്ധം പൂർണ്ണമായും തകരുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ്. ഖത്തർ മുന്നറിയിപ്പും നൽകി കഴിഞ്ഞു. ഇറാൻ ശത്രുതാപരമായ സമീപനം തുടരുകയാണെങ്കിൽ കൂടുതൽ കടുത്ത നടപടികൾ ഉണ്ടാവുമെന്ന്. ഇത് ഖത്തറിന്റെ വിദേശ നയത്തിൽ ഒരു മാറ്റത്തിന്റെ സൂചനയായി കാണാം. മുമ്പ് അമേരിക്കയും ഇറാനും തമ്മിൽ മധ്യസ്ഥത വഹിച്ചിരുന്ന ഖത്തർ ഇപ്പോൾ നേരിട്ട് ഇറാനെതിരെ ശക്തമായ നിലപാടെടുക്കുകയാണ്. ഇരു രാജ്യങ്ങളും ഒരുപോലെ പ്രകൃതിവാതക വിഭവങ്ങൾ പങ്കിടുന്നവരാണ്. നോർത്ത് ഫീൽഡ് സൗത്ത് പാർസ് ഗ്യാസ് ഫീൽഡിലെ ലോകത്തിലെ ഏറ്റവും വലിയതാണ്. ഇത് ഇരുവരുടെയും സാമ്പത്തിക ബന്ധത്തെ ശക്തമാക്കിയിരുന്നു. അതേസമയം രാഷ്ട്രീയ സുരക്ഷാ വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളും നിലനിന്നിരുന്നു. ഖത്തർ സാധാരണയായി സ്വതന്ത്ര വിദേശ നയം പിന്തുടരുകയും ഇറാനുമായി ബന്ധം പൂർണ്ണമായി വിച്ഛേദിക്കാതിരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പുതിയ സംഭവ വികാസം ഈ സന്തുലിത നയം തകരുന്നു എന്ന സൂചനയാണ് നൽകുന്നത്. ഈ സംഘർഷം ഗൾഫ് മേഖലയിലെ സ്ഥിരതയെ നേരിട്ട് ബാധിക്കും. ഇതിനകം തന്നെ ഇറാൻ, ഇസ്രയേൽ, അമേരിക്ക എന്നിവ തമ്മിലുള്ള സംഘർഷം ശക്തമായിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ ഖത്തർ പോലുള്ള രാജ്യങ്ങളും നേരിട്ട് ലക്ഷ്യമാക്കപ്പെടുന്നത് സ്ഥിതിഗതികൾ കൂടുതൽ ഗുരുതരമാക്കും. ഗൾഫ് രാജ്യങ്ങൾക്കെതിരെ ഇറാൻ മിസൈൽ ആക്രമണങ്ങൾ തുടരുകയാണെങ്കിൽ മേഖലയിൽ സൈനിക സംഘർഷം വ്യാപകമാകാൻ ഇനിയും സാധ്യതയുണ്ട്. ഖത്തർ ലോകത്തിലെ പ്രധാന LNG കയറ്റുമതിക്കാരാണ്. അതിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ആക്രമിക്കപ്പെടുന്നത് ആഗോള ഗ്യാസ് വിലയിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും. സൗദി അറേബ്യ, UAE, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങൾ ഇതിനകം ഇറാനെതിരെ കടുത്ത നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞു. ഖത്തറും അതേ വഴിയിലേക്ക് നീങ്ങുകയാണെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾക്കിടയിലെ ഐക്യം ശക്തമാകും. യൂറോപ്പ്, ഏഷ്യ തുടങ്ങിയ മേഖലകൾ ഖത്തറിന്റെ ഗ്യാസ് കയറ്റുമതിയിൽ ആശ്രയിക്കുന്നുണ്ട്. ഹോർമൂസ് കടലിടുക്ക് വഴി നടക്കുന്ന കപ്പൽ ഗതാഗതം ഭീഷണിയിലാകും. ഖത്തറിന്റെ മധ്യസ്ഥൻ എന്ന നിലയ്ക്കുണ്ടായിരുന്ന വിശ്വാസ്യതയ്ക്ക് ക്ഷയം സംഭവിക്കും. ഇതൊക്കെ വഴി ഈ സംഭവ വികാസം ഗൾഫ് മേഖലയെ മാത്രം ബാധിക്കുന്നില്ല, ആഗോളതലത്തിലും പ്രതിഫലനങ്ങൾ ഉണ്ടാകും. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇനി യുദ്ധത്തിന്റെ ഭാവി എന്താകുമെന്ന് നോക്കുമ്പോൾ 3 സാധ്യതകൾ കാണാം. സംഘർഷം കൂടുതൽ രൂക്ഷമാവുക എന്നതാണ് അതിൽ ആദ്യത്തേത്. ഇറാൻ പ്രതികാര നടപടികൾ സ്വീകരിച്ചാൽ സ്ഥിതി കൂടുതൽ മോശമാകും. രണ്ടാമത്തേത് അന്താരാഷ്ട്ര സമ്മർദ്ദം മൂലം ഇരു രാജ്യങ്ങളും സംവാദത്തിലേക്ക് മടങ്ങാമെന്ന സാധ്യതയാണ്. മൂന്നാമത്തേത് പ്രാദേശിക യുദ്ധ സാധ്യതയാണ്. വലിയ ശക്തികൾ ഇടപെടുകയാണെങ്കിൽ ഇത് വിപുലമായ യുദ്ധത്തിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്. ഖത്തർ ഇറാൻ എംബസിയിലെ സൈനിക സുരക്ഷാ ഉദ്യോഗസ്ഥരെ പുറത്താക്കിയത് ഒരു സാധാരണ നയതന്ത്ര നടപടി മാത്രമല്ല, ഗൾഫ് രാഷ്ട്രീയത്തിലൊരു വലിയ മാറ്റമാണ്. ഇതിലൂടെ ഖത്തർ തന്റെ സുരക്ഷാ താല്പര്യങ്ങൾക്കായി ശക്തമായ നിലപാടെടുക്കാൻ തയ്യാറാണ് എന്ന് തെളിയിച്ചു കഴിഞ്ഞു. ഇത് ഖത്തർ ഇറാൻ ബന്ധം ഗുരുതരമായി വഷളാകുന്നതിന്റെ സൂചനയാണ്. അതേസമയം ഗൾഫ് മേഖലയിലെ സ്ഥിരതയ്ക്കും ആഗോള എനർജി സുരക്ഷയ്ക്കും ഇത് വലിയ വെല്ലുവിളിയുമായി തീരും. അതിനാൽ അടുത്ത ദിവസങ്ങളിൽ ഈ സംഘർഷം എങ്ങോട്ട് തിരിയുമെന്ന് ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ്.